പോലീസ് കേസെടുത്തു. കാറ്, തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ഭായിക്കെതിരായിരുന്നു. ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലറല്ലേ. ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ഭായ് എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സഹായിച്ചു. ഈ ഭായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി. അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ. അല്ല സാർ. തനിക്ക് എന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സാർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായിരുന്നു. എന്ത് പറ്റി? ആ ഡോക്ടറെ വിളിച്ചു സാർ. ഒടുക്കത്തെ കരുനാക്ക്. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ നീ എന്തേത് വേടി? ഹീസ് വെരി സീരിയസ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രൊസീഡ്. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. പരമശിവം ചുമ്മാ സാറേ. ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ 1 കപ്പ് വെള്ളം എടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളാ ഈ സൂപ്രണ്ട് സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവിക്കിട്ട് ഒരു ഒറ്റ തൊഴിലെടുത്തന്റെ അപ്പ എഴുന്നോക്കോ. അവന്റെ പരോളിന്റെ പേപ്പർ കണ്ടത്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. പാടോ. എടാ ചിന്നാടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്കടാ. നീ ഓർത്തോ അല്ല, ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുത്തെ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? സുഖല്ലേ? ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? എല്ലാരും ഒന്ന് കാണണം. ഭാരതി അമ്മേ, ഭാരതി. അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മേ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ ഭാരതി അമ്മേ. ഉണ്ണി, ഹായ്. ഭാരതി അമ്മ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട. ഊണം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ.
ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. ഏട്ടാ എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? ഞാൻ ആ വീട്ടിലെയാ. ആ വീട്ടില്. അതെന്റെ വീടല്ലേ? ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപിയെ ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം അതെ അതെ, പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി. എന്നാ ഇപ്പൊ തന്നെ കണ്ടിട്ട്. എന്താ എന്താ എന്താ? ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ആ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല. അങ്ങർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ദേ, ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി? ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? അല്ല, ഗോപിക നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ ഇരിക്കൂ. ഏയ് വീശു, നല്ല അസല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ? എടാ നീ എടുത്തോണ്ട് ചുമ്മാ ആളെ കണ്ടറിഞ്ഞൂടെ അടിക്കുന്നു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പഞ്ചാണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞത്. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികൾ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ച്, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയാ? ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹായ്, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത്യാവശ്യ കാര്യം. ഇവന്റെ
സ്കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ താങ്ങാലോ. പക്ഷെ എന്താണിത്, സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്തായടാ? എന്റെ അമ്മ ഈ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ ഇത് കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോസ്, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനെ എടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ. നല്ല